നമസ്കാരം. കത്വയിൽ 5 സൈനികരുടെ ജീവൻ അപഹരിച്ച മാരകമായ ആക്രമണത്തിന് ഒരു ദിവസത്തിന് ശേഷം ചൊവ്വാഴ്ച ജമ്മു കാശ്മീരിലെ ധോഡ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലും ഏറ്റുമുട്ടലുണ്ടായി. ജൂലൈ 8-ന് കത്വയിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ധോഡയിലെ സംഘർഷമുണ്ടായത്. ആ സംഭവത്തിൽ ഒരു ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ ഉൾപ്പെടെ 5 സൈനികർ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരർക്കെതിരെ മറ്റൊരു സർജിക്കൽ അറ്റാക്ക് വരുമോ എന്ന ആകാംക്ഷയിലാണിപ്പോൾ ലോകം. കത്വ ഭീകരാക്രമണത്തിൽ ശക്തമായ തിരിച്ചടിക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ത്യ. സ്ഥിതി വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം തന്നെ ചേർന്നിരുന്നു. സംയുക്ത സൈനിക മേധാവിയും കരസേനാ മേധാവിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാക് അതിർത്തി ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലയുള്ള കമാൻഡറുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ചർച്ചയും നടത്തി. ഭീകരർക്കെതിരെ നടപടി കടുപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇതിനിടെ ജമ്മു കാശ്മീർ ധോഡയിൽ ഭീകരർക്കായുള്ള തിരച്ചിൽ തുടരുകയും ചെയ്യും. 3 ഭീകരരെ ഇവിടുത്തെ വനമേഖലയിൽ ഉണ്ടെന്നാണ് വിവരം. ഇവരാണ് കത്വയിലടക്കം ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കത്വയിലെ ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം NIA ഉടൻ ഏറ്റെടുത്തേക്കും. ഒളിഞ്ഞിരുന്നുള്ള ഭീകരരുടെ ആക്രമണത്തിൽ രാജ്യത്തിന് നഷ്ടമായത് 5 ധീര ജവാന്മാരെയാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3:10 കത്വയിലെ മച്ചേടി മേഖലയിൽ ട്രോളിംഗ് സംഘത്തിന് നേരെ ആക്രമണം നടന്നത്. അതിർത്തി കടന്നെത്തിയ 4 ഭീകരരാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനം. ഇവർക്കൊപ്പം പ്രാദേശികമായി പ്രവർത്തിക്കുന്ന 2 പേരും പങ്കെടുത്തിരുന്നു. സംഭവത്തിൽ പ്രതിപക്ഷം മോദി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയും ചെയ്യുന്നു. കശ്മീരിലെ സ്ഥിതി ഗുരുതരമാകുകയാണെന്നും വ്യാജ അവകാശവാദങ്ങളും പൊങ്ങച്ചം പറച്ചിലുകളുമാണ് മോദി നടത്തുന്നതെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. തുടർച്ചയായുള്ള ആക്രമണങ്ങളിലൂടെ ജമ്മു കാശ്മീരിൽ ഭീതി പരത്താനുള്ള ശ്രമത്തിലാണ് ഭീകരർ. 1 മാസത്തിനിടെയുണ്ടായ 5 ഭീകരാക്രമണങ്ങൾ തന്നെ ഇതിന് തെളിവാണ്. ഏറ്റവും ഒടുവിൽ കത്വയിലുണ്ടായ ആക്രമണത്തിൽ 5 കരസേനാംഗങ്ങളാണ് വീരമൃത്യു വരിച്ചത്. ഭീകരർക്കെതിരെ നെഞ്ചുവിരിച്ചു പൊരുതുന്ന സേന ശക്തമായ തിരിച്ചടി നൽകുന്നുണ്ട്. ജമ്മു കാശ്മീരിലുടനീളം നിതാന്ത ജാഗ്രതയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് സേന. ഭീകരരുടെ ലക്ഷ്യങ്ങൾ പലതാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിലൂടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിച്ചുവെന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം പൊളിക്കുകയാണ് ഭീകരരുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. നിരന്തര ആക്രമണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമായി സർക്കാരും സേനയും കരുതുന്നത് അതാണ്. കാശ്മീരിനെ സംഘർഷഭൂമിയായി നിലനിർത്തുകയെന്ന പാകിസ്ഥാന്റെ ഗൂഢലക്ഷ്യമാണ് മേഖലയിൽ ചോരപ്പുഴയൊഴുക്കുന്നത്. ജമ്മു കാശ്മീരിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവതാളത്തിലാക്കാനും ഭീകരർ ലക്ഷ്യമിടുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഗണ്യമായി കുറഞ്ഞ ആക്രമണങ്ങൾ ഈ വർഷം വർദ്ധിച്ചതിന്റെ കാരണമായി ഇതും വിലയിരുത്തപ്പെടുന്നുണ്ട്. ചൈനയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്നതിനാൽ സേനാംഗങ്ങളിൽ വലിയൊരു ഭാഗത്തെ കിഴക്കൻ ലഡാക്കിലേക്ക് വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ. ജമ്മു കാശ്മീരിലെ സേനാ വിന്യാസത്തിൽ ഇത് നേരിയ കുറവ് വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് മുതലെടുക്കാനുള്ള ശ്രമവും ഭീകരർ നടത്തുന്നുണ്ട്. മലനിരകളിലെ ഭീകരരെ നേരിടാൻ CRPFന്റെ പർവ്വത ബറ്റാലിയന് രൂപം നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അടുത്തിടെ ചേർന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ബറ്റാലിയന്റെ ആവശ്യകത CRPF ചൂണ്ടിക്കാട്ടിയിരുന്നു. ജമ്മു കാശ്മീരിൽ വനമേഖലകളിലുള്ള മലനിരകൾ ഭീകരർ താവളമാക്കുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ അത്തരം പ്രദേശങ്ങളിലെ സേനാ നടപടികളിൽ വൈദഗ്ധ്യമുള്ള സംഘം അനിവാര്യമാണെന്നാണ് CRPFന്റെ നിലപാട്. കത്വ ആക്രമണത്തെ ഭീരുത്വമെന്ന് വിശേഷിപ്പിച്ച സേനയുടെ സുപ്രീം കമാൻഡറായ രാഷ്ട്രപതി ദ്രൗപദി മുർമു ശക്തമായി തിരിച്ചടി നൽകണമെന്ന് പ്രതികരിച്ചു. വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബത്തെ രാഷ്ട്രപതി ആശ്വസിപ്പിച്ചു. കത്വ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പാകിസ്ഥാന്റെ പേര് പറയാതെ പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കി കഴിഞ്ഞു. അതിനിടെ കത്വ ഭീകരാക്രമണ അന്വേഷണത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ചേർന്നു. ഭീകരരെ കണ്ടെത്താൻ ജമ്മു കാശ്മീർ പോലീസ് മേധാവി RR സ്വെയിന്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്.
ആക്രമണം നടത്തിയത് ഏത് സംഘടനയിലുള്ളവരാണെന്ന് വ്യക്തമായിട്ടില്ല. ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന് കരുതുന്ന ബസന്ത്ഗഡ്, സിയോജ്, ബാനി, ദഗ്ഗർ, കിദ്ലി തുടങ്ങിയ മലനിരകൾ ഉൾക്കൊള്ളുന്ന മേഖലകളിലേക്ക് തെരച്ചിൽ വ്യാപിപ്പിച്ചു. ഭീകരരുടെ ഒളിസങ്കേതം കണ്ടെത്തി സർജിക്കൽ ആക്രമണ മാതൃകയിൽ ഓപ്പറേഷൻ നടത്താൻ കരസേനയുടെ എലൈറ്റ് പാരാ യൂണിറ്റിനെ വിന്യസിക്കുകയും ചെയ്തു. കത്വയിൽ തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് 12 സൈനികരുള്ള ട്രക്കുകൾക്ക് നേരെ നടന്നത് ഏകോപിത ആക്രമണമാണെന്നാണ് സൂചന. ട്രക്കുകൾക്ക് നേരെ ഗ്രനേഡുകൾ എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം വെടിയുതിർത്തു. കട്ടിയുള്ള വസ്തുക്കളിൽ തുളച്ചു കയറാൻ ശേഷിയുള്ള വെടിയുണ്ടകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാടുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്താൻ പരിശീലനം ലഭിച്ച 60-ലധികം ഭീകരർ ജമ്മു മേഖലയിൽ നുഴഞ്ഞു കയറിയെന്നാണ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് പരിശീലനം നേടിയ ഇവരുടെ കൈവശം അത്യാധുനിക ആയുധങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട്. സംഭവത്തിന് പിന്നിൽ വിദേശ ഭീകരർ ഉൾപ്പെട്ടതായുള്ള സൂചനയെ തുടർന്നാണ് ജമ്മു കാശ്മീർ പോലീസിനെ സഹായിക്കാൻ NIA എത്തിയിരിക്കുന്നത്. പോലീസ് മേധാവി RR സ്വെയിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന പോലീസുകാരും സംസ്ഥാന ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും കത്വയിൽ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി കഴിഞ്ഞു. 32 മാസത്തിനിടെ 44 സൈനികരാണ് ജമ്മു മേഖലയിൽ വീരമൃത്യു വരിച്ചത്. നന്ദി.